ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മന്തി റെസിപ്പിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു മന്തി റെസിപ്പിയാണ്. അതായത് മന്തി റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്യാണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ലേ, അതുപോലത്തെ ഒരു പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഇവിടെ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി. നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ അത്രയും വേണ്ട, വളരെ കുറച്ച് മതി. നമ്മൾ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൻ്റെ അത്ര പോലും വേണ്ട, അതിനേക്കാളും ചെറിയ രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്, ചിക്കൻ ക്യൂബ്. മാഗി ക്യൂബ് ഞാനൊരു 3 കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ ഒരു 2 കഷ്ണം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്ക ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതായത് മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ഇപ്പോൾ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കുക. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫുഡ് കളറാണ്. ഫുഡ് കളർ ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഹെൽത്തി അല്ല, അതറിയാമല്ലോ എല്ലാവർക്കും. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ കടയിലെ പോലത്തെ ആ ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി കുറച്ച് കലക്കി അത് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ചിക്കൻ വേവുന്നത് ആ സൺഫ്ലവർ ഓയിലിൽ കിടന്നാണ് ചിക്കൻ വേവേണ്ടത്. അപ്പം അത്രയും തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു മസാലയൊക്കെ നമ്മളെ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ അപ്പോഴ് നാരങ്ങ കിട്ടിയില്ല, പിന്നെ എനിക്ക് നാരങ്ങ കിട്ടി. അപ്പോൾ നാരങ്ങയും കൂടെ നമ്മൾ ഒരു ടീസ്പൂണോളം നാരങ്ങയും കൂടെ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നാരങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് 1/2 മണിക്കൂറെന്ന് പറയുമ്പം ആ ഒരു ടൈമെന്ന് പറയുന്നത് അതാണ് എല്ലാം അതിൽ പിടിക്കുന്ന ടൈം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് അരി വേവിക്കാനായിട്ട് വെള്ളം വയ്ക്കാം. വെള്ളം ഇപ്പം വെച്ച് നന്നായിട്ട് തിളച്ച് ഒരു ചെറിയ രീതിയിൽ തിള വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മറ്റേ ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഗ്രാമ്പൂ ഒക്കെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ ഏലക്ക, നമ്മൾ മന്തിയിൽ കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീവ്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ചേർക്കേണ്ടതെന്ന് പറയുമ്പോൾ ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ അത് ചെയ്തപ്പോഴും ചിക്കൻ്റെ അകത്തും ഗ്രാമ്പൂവും ഒരു 2 കഷ്ണം ഗ്രാമ്പൂവും പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ നമുക്ക് കുറച്ച് മതി, 2 ഇത് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മന്തി കഴിക്കുമ്പം അതിലേക്ക് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന മല്ലി, പിന്നെ ഈ കുരുമുളകൊക്കെ ഇല്ലേ, നമുക്കിവിടെ മല്ലിയില്ല, മല്ലി വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അത് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് അത്യാവശ്യം ഒരു ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എല്ലാത്തിലും ഉപ്പ് നന്നായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരി നന്നായിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ മാത്രം അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി നേരത്തെ തന്നെ ഒരു 5-10 മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നമ്മൾ ഇപ്പോൾ അര മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, അപ്പോൾ അത് നമ്മളിനി ഗ്യാസ് ഓണാക്കി അതിനൊന്ന് വേവാൻ വേണ്ടി വയ്ക്കുക. 1/2 മണിക്കൂർ ഇരുന്നതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് തിള വരും. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം. ലോ ഫ്ലെയിമിലിട്ട് അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ ടൈം കൊണ്ട് അരി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരും.
വേണ്ടോ അരി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാവൂ. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈം തന്നെ കണ്ടോ, അപ്പോൾ നമ്മുടെ ചിക്കനും ഹൈ ഫ്ലെയിമിലിട്ടാണ് അത് കുക്ക് ചെയ്തത്. അപ്പോൾ ചിക്കനും നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട്, ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ കുക്ക് ചെയ്യുക. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കിവിടെ പുറത്ത് ഇതിൽ അരി വെള്ളം തിളച്ചല്ലോ, അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം ഒരു ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുക. വേവുക എന്ന് പറയുമ്പം ഒരു 80% മാത്രം അരി വേവിക്കുക. അതായത് ബാക്കി നമ്മളല്ലാണ്ട് കുക്കറിലിട്ടാണ് ബാക്കി ഒരു 20% വേവിക്കണം. നമ്മൾ മന്തി റൈസ് കണ്ടിട്ടുണ്ടല്ലോ, ഫുള്ളായിട്ട് അങ്ങോട്ട് കുക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 80% മാത്രം വേവിക്കുക. അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ നമ്മൾ ദേഹത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, ആ എണ്ണയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു സൈഡ് കൊണ്ടിട്ട് വേവിക്കുമ്പം ചിക്കൻ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് തൊലിയുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ആ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കിവിടെ തൊലിയില്ലാത്ത ചിക്കനാണ് കിട്ടിയത്. ഞാൻ തൊലിയുള്ള ചിക്കൻ നോക്കി, പക്ഷെ കിട്ടിയില്ല എനിക്ക്. അവർ ക്ലീൻ ചെയ്തപ്പോൾ ആ തൊലിയോടുകൂടി പോയി. അപ്പോൾ നമുക്ക് തൊലിയുള്ള ചിക്കനാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തൊലിയില്ലാത്ത ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് തിരിച്ചിട്ടിട്ട് നമുക്കത് ഒന്ന് അടച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കിവിടെ അരി വെന്തിട്ടുണ്ട്. 80% അരി ഇവിടെ വെന്തിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങോട്ട് വെന്ത് പോകണ്ട. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും പറഞ്ഞില്ലേ, ഓവറായിട്ട് അങ്ങോട്ട് വെന്ത് പോകണ്ട, 80% മാത്രം വെന്താൽ മതി. അപ്പോൾ അരിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി അരിയൊക്കെ ഒന്ന് വാർത്തെടുത്തു. അപ്പോൾ അരിയൊക്കെ നല്ലതായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ചിക്കൻ എല്ലാം അതിൻ്റെ ഗ്രേവി, അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ആ ഒരു ഗ്രേവി അല്ലെങ്കിൽ ആ എണ്ണ, ആ നെയ്യൊന്ന് കോരി മാറ്റുക. ഒരു പാത്രത്തിലേക്ക് നിറച്ച് കോരി മാറ്റിയെടുക്കുക. ഉണ്ടോ, അത് അത്രയും തന്നെ കോരി എടുക്കുക. അതായത് എന്തോരം ഉണ്ടോ അതിൻ്റെ ഒരു നല്ല രീതിയിൽ അതായത് നമുക്ക് റൈസ് ഇടുമ്പോൾ അതിൻ്റെ പുറത്ത് കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അത് ചിക്കൻ നമ്മളൊരിക്കും ചിക്കൻ പക്ഷെ നന്നായിട്ട് ചിക്കൻ വേവും കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒന്ന് നോക്കാം, വേണമെങ്കിൽ വെന്തോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പിച്ചിയൊക്കെ നോക്കാം. പക്ഷേ ചിക്കനൊക്കെ നന്നായിട്ട് വേവും. നമ്മൾ കണ്ടോ, നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഇതെല്ലാം പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ആ ചിക്കൻ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദം ചെയ്യണ പോലെ തന്നെ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ആ ഗ്രേവി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റൈസ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഞെക്കി അമർത്തി അങ്ങ് ഇട്ട് കൊടുക്കരുത്. അതായത് ലൂസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അമർത്തിയൊന്നും വയ്ക്കരുത്. അമർത്തി വെച്ച് കഴിഞ്ഞാൽ റൈസ് ഭയങ്കരമായിട്ട് അങ്ങ് വെന്തവും. അങ്ങനെ അമർത്തി വെക്കരുത്. ഒരു ലൂസായിട്ട് തന്നെ വിതറി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ലെയർ ആയിട്ടുണ്ട്. ഇനി ആ ലെയറിൻ്റെ പുറത്ത് കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രേവിയിലെ ആ ഒരു എണ്ണയും ചിക്കൻ്റെ നെയ്യും ഒക്കെ ചേർന്ന ആ ഒരു ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു യെല്ലോ കളർ ഞാനിപ്പോൾ യെല്ലോ കളർ വാങ്ങിച്ചില്ല. അതിന് പകരം ഞാനിവിടെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ അത്, വേണ്ടെങ്കിൽ വേണ്ട. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് റൈസ് ഇട്ട് കുക്കറിൻ്റെ മീതെ വരെ റൈസ് ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇരുന്ന ആ ഗ്രേവി മൊത്തവും അതിലേക്ക് ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവണ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോഴല്ല ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അവസാനമാണ്. അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് അടിച്ച് പോകരുത്. അവസാനത്തെ ആ ഒരു ഇത് കാണണമെങ്കിൽ
ഫുള്ളായിട്ടിരുന്ന് കാണണം. ഫുള്ളായിട്ട് കാണുമ്പോൾ അവസാനത്തെ ആ ഒരു റൈസ് കാണുമ്പോൾ നമ്മളായിരിക്കും ഓ കടയിൽ നിന്ന് വാങ്ങണം മന്തി പോലെ തന്നല്ലോ, കാണുമ്പോൾ തന്നെ നമുക്കത് തോന്നും. അപ്പോൾ കഴിക്കുമ്പോൾ അത് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് 2-3 പച്ചമുളകൊക്കെ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കർ പിന്നെ ഇനി ഡ്രൈ ലെമൺ ഉണ്ടായിരുന്നില്ല, ആ ഡ്രൈ ലെമണും കൂടെ നമ്മളതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നമുക്കൊരു വിസിൽ വരണ വരെ അത്രയും ടൈം വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരണ വരെ അടച്ചു വെക്കുക. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് അപ്പോഴും തന്നെ തുറക്കരുത്. നമ്മൾ അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ അകത്ത്. അതായത് പെട്ടെന്ന് തന്നെ അടിച്ച് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അരമണിക്കൂറെങ്കിലും ആ കുക്കറിനകത്ത് അടച്ച് തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം മാത്രം നമുക്കത് ഓപ്പണാക്കി കഴിക്കാം. ആ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതല്ലേ നമ്മൾ ഉണ്ടാക്കിയ മനസ്സുഖവും അതുപോലെ തന്നെ ആ കഴിക്കുമ്പം കിട്ടുന്ന രുചിയും. അപ്പം എന്താ കണ്ടോ, അത്രയും നേരം കഴിഞ്ഞ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പം തന്നെ ഇപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെയാണോ എന്ന് നോക്കാം. പക്ഷേ ഇതൊന്ന് തിരിച്ചിടും. നമുക്ക് ഈ ചോറൊന്ന് തിരിച്ചിടേണ്ട അത് വരും. അപ്പം തിരിച്ചിടും. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഒക്കെ വളരെ സൂക്ഷിച്ച് തിരിച്ചിടുക. കണ്ടോ, അപ്പോൾ തിരിച്ചിട്ടപ്പോൾ ഈ ഒരു രൂപത്തിലാണ് റൈസ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിന് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ട് റൈസൊക്കെ ഒന്ന് കണ്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഓ കടയിൽ നിന്ന് വാങ്ങണം അതേപോലത്തെ റൈസ്. അതായത് പിന്നെ കഴിക്കാനാണെങ്കിലോ പറയും വേണ്ട, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. പിന്നെ അതിനോടൊപ്പം മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇടും. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ മന്തി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ബായ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ.